100ഓളം വരുന്ന ഇന്ത്യ രാജ്യത്തിലെ പട്ടാള ഭടന്മാരെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാവോയിസ്റ്റുകളും അതുപോലെ തന്നെ നക്സലിസ്റ്റുകളും ഒക്കെ വെടിവെച്ച് കൊന്നത്, കൊലപ്പെടുത്തിയത് ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്വാതന്ത്ര്യം ലഭിച്ച് ഞാൻ പറഞ്ഞു വന്നതുപോലെ 6 പതിറ്റാണ്ട് പിന്നിട്ട് ഈ രാജ്യത്തിന് എന്താണ് ഇത് സംഭവിക്കാനുണ്ടായ കാരണം? നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ പരിശോധിക്കണം. ഇന്ത്യയുടെ കണക്കനുസരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ 20 കോടി വരുന്ന ആളുകൾ, ഇന്ത്യയിലെ 20 കോടി വരുന്ന ആളുകൾ ഇന്ന് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ പട്ടിണി പാവങ്ങളായി ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. Of Bangalore BBMP election, it is the victory of the people. Victory of the people, victory of the SDPI, people of not only Karnataka, people of all the states of our country. നിങ്ങളെ നോക്കിയിട്ട് ആരെങ്കിലും വർഗീയവാദികളാണ് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഒരമ്മയുടെ ഒറ്റ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന മക്കളെ എല്ലാം ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ വിഭജിച്ച് കഷ്ണങ്ങളാക്കുവാൻ ശ്രമിക്കുന്ന ആ സംഘപരിവാറുണ്ടല്ലോ, അവരെ നോക്കി നമ്മൾ വിളിക്കും വർഗീയവാദികളെന്ന്. बड़े बड़े फ्लाईओवर्स, बड़े बड़े शॉपिंग मॉल्स और बड़े बड़े जो है हाईवेज बनाकर ये कहा जा रहा है कि इंडिया शाइनिंग में है. इंडिया शाइनिंग इस तरीके से नहीं होता. हिंदुस्तान की मैक्सिमम पॉपुलेशन खरियों में है, देहातों में है, विलेजेस में है. उनको पानी नहीं है, उनको जो है रोजी रोटी नहीं है, उनको पक्का मकान नहीं है. वो जो है एक आइडेंटिटी कार्ड बनाने के लिए मजबूर हैं, एक राशन कार्ड बनाने के लिए मजबूर हैं. उनको जो है 2 बिंगी पानी पीने के लिए मयसर नहीं है. और फिर जो है बहुत छोटे छोटे वेजेस पर मजदूरी करने वाला तबका हिंदुस्तान के अंदर बहुत ज्यादा तादाद में पाया जाता है. हिंदुस्तान में जो पॉलिटिक्स है वो पॉलिटिक्स ऐसी होनी चाहिए, बाय द पीपल, फॉर द पीपल और फ्रॉम द पीपल होना चाहिए. കൊച്ചിയിലും ആലുവയിലും മൂവാറ്റുപുഴയിലും മറ്റും ജാഥ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പുതിയ ചരിത്രം സൃഷ്ടിച്ചാണ് കടന്നുപോയത്. ആർത്തലച്ചു പെയ്ത പേമാരിയെ വെല്ലുന്നതായിരുന്നു തൊടുപുഴയിലെ ആവേശത്തിമിർപ്പ്. എരുമേലി വാവർ പള്ളിക്കടുത്തുപോലും ഉജ്ജ്വലമായ സ്വീകരണത്തോടെയാണ് ജനം ജാഥയെ വരവേറ്റത്. India is the most developed country in the world, but many